ഇനി നമ്മൾ തക്കാളി അറക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ തക്കാളിക്ക് കാണിച്ചു തരാം. ഞാൻ 4 എണ്ണം പഴുത്തുക്കുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രശ്നം. കണ്ട ഇങ്ങനെ കണ്ട ഒരു കുഴപ്പമില്ല. ഇവിടെ കേടാം എന്താ വെച്ചാൽ ഇത് എന്താ അങ്ങനെ മുട്ടി നിന്നിട്ടാണ് തോന്നുന്നു. ഇവിടെയൊക്കെ ഇതിനും ഉണ്ട് കേട്ടോ അങ്ങനെ. കണ്ട ഇതിനും ഉണ്ട് അങ്ങനെ. ഇവർക്ക് രണ്ടാക്കില്ല എന്നാണ് തോന്നണം. ഇവർക്കൊരു കുഴപ്പമില്ല. ഇതിനും ഇല്ല. ഇനി അതേപോലെ മുളക് ഒത്തിരി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക്. ഇതിൻ്റെ അടിയിലൊക്കെ ഫുള്ള് മുളകാണ്. കുറേ മുളകുണ്ട് കേട്ടോ. ചെടി നിറയെ മുളകാണ്. പിന്നെ ഈ മുളകും ഉണ്ട്. വെള്ളമുളകും കായ്ച്ചിട്ടുണ്ട്. ഫുള്ള് മുളകാണ്. ഞാൻ വേറെ ഒരാളെ കാണിച്ചു തരാം. ചോളം ഇത്ര വലിപ്പമായിരിക്കണം. അന്നത്തേൻ്റെ ബാക്കി തക്കാളിയാണ് കേട്ടോ എടുക്കാൻ പോണത്. അപ്പോൾ ഈ തക്കാളി ഒക്കെ എന്തോ ഒരു പ്രശ്നം, ഒരു വാട്ടുള്ള പോലെ. നമ്മളിതാ ഒന്നെടുത്തു. ഒരു കുഴപ്പമില്ല കേട്ടോ. ചെറുതായിട്ട് എന്തോ വെച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. ഇനി നമ്മളിത് അപ്പരെടുക്കും. ഇന്ന് 3 തക്കാളി ഇട്ട്. അപ്പം നമുക്ക് ബാക്കിയുള്ള തക്കാളിയും കൂടെ പറിച്ചെടുക്കാം. ഇവിടെ ഒരു തക്കാളി മരം ഉണ്ടായിരുന്നല്ലോ, ഫുള്ള് വാടി ഉണങ്ങിപ്പോയിട്ടാണ്. ഈ ഒരു തക്കാളി മരം എന്തോ പറ്റിക്കണേ. തക്കാളി കിട്ടി. ഇന്ന് 3 എണ്ണമാണ് ഉള്ളത്. ഇതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇപ്പം 3 തക്കാളി എടുത്തു നമ്മൾ. ഇതിൻ്റെ കൂടത്തിൽ നമുക്ക് കുറച്ച് ചീര കൂടി എടുക്കാണ്ട് കേട്ടോ. എന്താ ഈ മുളകിൻ്റെ ഇടയിൽ ഇതിലൊരു ചീര ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ചീര ഉണ്ട്. ഒക്കെ നമുക്ക് ഇന്ന് എടുക്കണം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് ചീര. നമ്മളെ ഡ്രാഗണിൻ്റെ ഇതിലൊരു ചീര ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കറിക്കായിട്ട് എടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും ചീര കിട്ടിയിട്ടുണ്ട് കേട്ടോ. പരിപ്പും ചീരയും കൂടെ കറി വെക്കാനായിട്ട്.